എനിക്ക് ജീവിതം മടുത്തു. ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? മോനെ, ഞങ്ങൾ പറഞ്ഞ പെൺകുട്ടിയെ നീ പോയി കാണണം. മോനെ, നീ പോയി കാണണം. ഹലോ, ആ പറയടേ ബി. എടാ ഉണ്ണി, നീ ഇതെവിടെയാ? ഞാൻ അമ്പലവളത്തിലാ. എടാ നമ്മുടെ ആദ്യ ആത്മഹത്യ ശ്രമിച്ചടാ. എന്ത്? നമ്മുടെ ആയത്തിനാ? നീ എന്താ പറയണേ? അതെടാ, ഞാൻ വന്നോണ്ട് കഷ്ടിക്ക് രക്ഷപ്പെട്ടു. അല്ല, നിങ്ങളിപ്പോ എവിടെയാ? എടാ ആദ്യയുടെ വല്യച്ഛന്റെ വീട്ടിലാടാ. ആ ശരിടാ, ഞാൻ പോരാം. ആടാ, നിനക്ക് എന്തിന്റെ കേടായിരുന്നടാ? ഓരോ പരിപാടി കാണിച്ചു വെച്ചിട്ട് ഒരു പെണ്ണിന് വേണ്ടിയാണ് ഈ പരിപാടി കാണിച്ചേ. ആ പറയാം, നീ കേറ്. വരുന്നുണ്ട്. അവൻ ബാലിക്കണ കൂടെ കേക്ക്. നീ കോപ്പേ ആദിത്യ, നീ എന്തിനാടാ സൂയിസൈഡ് ഒക്കെ നോക്കണേ? എടാ എന്താണ്ടേ? എന്തൊട്ട് ചെയ്തെന്ന് വാ തുറന്ന് പറയടാ. നീ അവന്റെ കഴുത്തിരിക്കണ നോക്കി. ഒറ്റ കയറി തീർക്കാൻ നോക്കില്ലേ? ഡാ, ഒന്നില്ലെങ്കിൽ ഞങ്ങളൊന്ന് ആലോചിച്ചൂടെ? അല്ലെങ്കിൽ നിന്റെ അമ്മേനൊന്നും ആലോചിച്ചൂടെ? ഡാ ബോ, ഒന്ന് ചോദിച്ചേ. എന്തടേ കാണണേ? അതല്ലടാ, ഞാനൊരു ദിവസം നിത്യാനെ വിളിച്ചോണ്ടിരിക്കുമ്പോ. ഹലോ എടാ, ആദ്യം എന്റെ അച്ഛൻ വേറെ കല്യാണത്തിന്. ഹലോ, നീ ഒന്ന് പോയി കണ്ടോ പയ്യനെ? ഹലോ ഹലോ നിത്യ, ഹലോ ഹലോ നിത്യ. മോളെ, പ്രണയിച്ചവനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ലെന്ന് ഈ അച്ഛനറിയാം. ആട്ടെ, നിന്റെ ചെറുക്കൻ എവിടെയുള്ളവനാ? വള്ളുവത്തിന്ന. അച്ഛൻ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മറക്കാൻ പറ്റില്ല. അച്ഛൻ സമ്മതിക്കണം. എനിക്ക് ആദ്യേട്ടനല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കണ്ട. മോളെ, നമുക്കിത് വേണ്ട. അത്ര അച്ഛന് പറയാനും ഞാൻ വാശിക്കാരനാണെന്ന് ഒരിക്കലും സമ്മതിക്കുന്നില്ല. പിന്നെ നിന്റെ അമ്മ മരിച്ചേ പിന്നെ അച്ഛനാ നിനക്കുള്ളൂ. അത് മറക്കണ്ട, അത് മറക്കണ്ട. എടാ അതെ, എന്താ പറ. എടാ ലെറ്റ്സ് ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് തൂങ്ങിച്ചാണോ ഞാൻ ആദ്യമായിട്ട് കാണും. ഇത്രയും കാലം അറിയാത്ത ഏതാടാ നിത്യ? എബി, എടാ, ഞാനൊരു കല്യാണ വർക്കിന് പോയിണ്ടായിരുന്നില്ലേ? അവിടെ വെച്ച് കണ്ട പെണ്ണ. മോളെ, അച്ഛമ്മ അടുക്കളയിലുണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. മോനെ എബി, അച്ഛനമ്മ വരില്ലേ? ഇല്ല, അവര് വീടിന്റെ അടുത്തൊരു ഹൗസാണ്, അവിടെ പോയേക്ക. പിന്നെ എന്റെ ഫ്രണ്ട് ആദ്യം വന്നിട്ടുണ്ട്. എടാ ആദി, ഇത് ഇവിടെ ഫോട്ടോഗ്രാഫർ അല്ലേ? ഫോട്ടോ ഒക്കെ സൂപ്പർ ആവണം കേട്ടാ. അയ്യോ മീര, മീര, ഈ ഡോർ തുറന്നു തന്നെ. ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളൊക്കെ എന്തായി? ഞങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞോട്ട് ഇറങ്ങായി. വാടാ ബി. എന്താ എന്ത് പറ്റി? എബി, നീ വല്ല സ്ക്രൂ ഡ്രൈവർ ഇട്ടോ നോക്കി. ഞാൻ നോക്കിട്ട് വരാം. കിട്ടി. അത് വെച്ച് തോന്നുന്ന ആ വാതിൽ മാത്രല്ല, നിത്യയുടെ മനസ്സിന്റെ വാതിലും കൂടിയാ. സമ്മതമാണോ? ഒരു കാര്യം, അവളൊന്ന് വിളിച്ചു നോക്ക്.
ഹലോ നിത്യ. ഹലോ നിത്യ, നീ എന്തെങ്കിലും അറിയണ്ടോ? ആദ്യത്തിന് ആത്മഹത്യ എന്നൊക്കെ നോക്കി നീ ഫോൺ വിളിക്കാത്ത ഉറപ്പാ ഒരുപാട് കാണിച്ചോട്ടാ. നിന്റെ അടുത്ത് സംസാരിക്കണമെന്ന്. ഹലോ നിത്യ. അവള് നേരിട്ട് കാണാൻ ആവശ്യപ്പെടുന്നു. എടി രുദ്രേ, എന്നിട്ട് നീ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അവിടെ. നീയില്ലാതെ എനിക്ക് പറ്റില്ല നിത്യ. ഇതല്ലാതെ വേറെ വഴിയൊന്നും അപ്പൊ എന്നെ മുന്നിൽ കണ്ടില്ല. വേറെ വഴിയുണ്ട്. എന്താ നിത്യ? ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. നിത്യ, നീ എന്താ പറയണേ? കാരണം നിന്നെ വൈകിട്ടും അതെ, ഞാൻ വെറുതെ പറഞ്ഞതാ. നമുക്ക് ഒളിച്ചോടാം. ഇത്ര നേരമായിട്ട് ആദ്യം വിളിച്ചില്ലല്ലോ. സമയാകെ വൈകി. ഇനി വൈകുന്നേരം എന്താവും എന്തോ. എടാ ബി, കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? പിന്നെ അല്ലാതെ എബി ഒരു കാര്യം ഏറ്റെടുത്താൽ നടക്കാതിരിക്കോടാ. നിനക്ക് വേണ്ടി ഒരു ഗഡാഗഡീനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ഗഡാഗഡിയനാ? അതൊക്കെണ്ടാ പ്രൊഫഷണൽ ബോഡി ഗാർഡ് ഫിർസാജ്. അയ്യോ, ഇത് ആരത്? കാലനാ? ചേട്ടാ, നമുക്കാദ്യം പശുവിനെ കയറ്റി വിട്ടാലോ? മണ്ടനാണോ? പശു എങ്ങനെയാണോ മതിൽ ചാടുന്നു? ഒന്ന് വേറി പിടിക്കായിരുന്നല്ല. അല്ലെങ്കിൽ ചേട്ടാ പട്ടിയുണ്ടെന്ന് എങ്ങനെ അറിയും? പട്ടിയുടെ നേരം കുറച്ച് നോക്കിയാൽ മതി, പട്ടി തിരിച്ചു കുറച്ചോളും. മന്ദിയാണ് ഇയാള്. എന്ത്? അല്ല, മണ്ട ബുദ്ധന്റെ പോലെ ഉണ്ടെന്ന് പറഞ്ഞതാ. യെസ്, ഐ ആം പ്രൊഫഷണൽ. പ്രൊഫഷണലിസം കാരണം നേരം എടുക്കും. കയറ്. ആ സൈഡിലൂടെ കയറാ. കേറല്ലോ ചെയ്യണേ. ആ സൈഡിൽ കൂടെ കയറാ. കയറ്. എടാ കയറ്. അത് നിർത്തിയിട്ട് കയറായിരിക്കും. നീ കയറാ. നീ അവിടെ കേറുന്നു. ഞാൻ പൊക്കോ. പിടിച്ച് കയറാ മേലേ. വേഗം ഓടി നിത്യ. എന്റെ ഫ്രണ്ട് ഒരു മനവീട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ അങ്ങടാ പോണേ. വീഴാതെ ഓടണേ നിത്യ. ആദ്യമല്ലേ വീഴാൻ പോയേ? സെലിനെ, നീ എന്താ പറയാതെ വന്നേ? എനിക്കൊരു മെസ്സേജെങ്കിലും ഇടായിരുന്നില്ലേ? എന്തായാലും ഒരു സർപ്രൈസ് ആയിട്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താടി? നമ്മളൊന്നൊരു സെൽഫ് സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെന്താ? അതെന്തു പറയാനാടി, നടന്നാ നടന്നു. ആ റൂമിൽ ഒരു വാച്ച് ഇരിപ്പുണ്ട്. നമ്മളന്ന് ബീച്ചിൽ പോയപ്പോ ഞാൻ അവിടെ വെച്ചതാ. വാച്ചോ? എവിടെ? ഇവിടെ എവിടെയാന്ന് തോന്നുന്നു. എവിടെ വാച്ച്? എവിടെ? എന്ത് വാച്ച്? ഞാൻ കള്ളം പറഞ്ഞതാ. നീ എലിയെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്ത്? എലിയെ പിടിക്കാനോ? നീ എന്തൊക്കെയാ പറയണേ? എലിയെ പിടിക്കുന്നത് ഒരു കഷ്ണം കപ്പ വെച്ചാ. അത് തൂക്കിയിട്ട് എലിയെ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? നീ ഭയങ്കര ഹോട്ടാണ്. അതെനിക്കൊന്ന് ആസ്വദിക്കണം. ഐ വോണ്ട് സെക്സ് വിത്ത് യു. ഈ പെണ്ണിന്റെ ഒരു തമാശ, നിന്റെ ഒരു ലെസ്ബിയൻ കളി. ഇത് സെലിന്റെ ഒരു തമാശയല്ല. നീ ഇത്ര ചീപ്പാണോ? ഈ വക പരിപാടിക്ക് വേറെ ആളെ നോക്കിക്കോ. നീ ഇത് കണ്ടോ? നീ കുളിക്കുന്നതിന്റെ വീഡിയോ. ഇനി നിനക്ക് അനുസരിച്ചേ പറ്റൂ. നീ എന്നെ അത് ഡിലീറ്റ് ചെയ്യടി. നോ, ഡിലീറ്റ് ചെയ്യാ. പാടി ദൈവമേ, ഇതെന്റെ ആദ്യത്തെ അതിരാത്രി. നെത്തിരാത്തിരിയമ്മ തൂക്കം പോച്ചിടിയമ്മ. ഇതെന്ത് തേങ്ങിയത്? കൊരങ്ങന്റെ ഈ പൂമാല കെട്ടി പോലെയുണ്ട്. എന്തോ നെത്തി എത്തിയല്ല.
ഇവിടുത്തെ കിച്ചൺ ഉപയോഗിച്ചിട്ട് കുറെ കാലായി തോന്നണു. എന്നാലും അവിടെ ഒരു ഗ്ലാസ് പാലിരിപ്പുണ്ടായിരുന്നു. ഇങ്ങ് താപാല്. കുടിക്കും നിത്യ. നിത്യ, ഞാൻ കിസ് ചോദിക്കുമ്പോ നെറ്റിയില തരാറ്. ഇനി അത് പറ്റില്ല. നമ്മുടെ ആദ്രാത്രിയ ലിപ് ലോക്കെങ്കിലും വേണം. പവറായ ആരെയ്തായിരുന്നു? ഹലോ, ആരാ? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ഹലോ, ഇപ്പൊ കേക്കാം. ഇല്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളാരാ? നിത്യ, 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 എന്തു പറ്റി? എന്തു പറ്റി നിത്യ? എഴുന്നേക്ക്. എന്തു പറ്റി? അതെ, എന്റെ പുറകെ നിന്ന് അവരെ വലിച്ചിട്ട പോലെ തോന്നി. തോന്നിയതാവുന്നു എനിക്ക്. ഉറക്കം വരുന്നുണ്ടാവും. ആ, കിടക്കാൻ നോക്ക്. ആരാണോ ഈ നേരത്ത്? നിത്യ, 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 കറണ്ടും പോയോ? നിത്യ, നീ എന്താ ഇവിടെ വെക്കണേ?